നമ്മളൊക്കെ സ്ഥിരമായി ഉപയോഗിക്കുന്ന ATM കാർഡ് വഴി 5 ലക്ഷം രൂപ വരെയുള്ള അപകട ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എങ്കിൽ ബാങ്കുകൾ നിങ്ങളെ അറിയിക്കാത്ത എന്നാൽ സാധാരണക്കാരായ നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട വമ്പൻ ഒരു ആനുകൂല്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോ. ഈ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാൻ നിങ്ങൾ 1 രൂപ പോലും പ്രീമിയം അടയ്ക്കേണ്ടതില്ല. ഭൂരിഭാഗം പേർക്കും അറിവില്ലാത്ത ഈ ഇൻഷുറൻസ് തുക എങ്ങനെയാണ് ലഭിക്കുക, ഇതിന്റെ നിബന്ധനകൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമാക്കാം. ATM അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ഭൂരിഭാഗം പേർക്കും 30 ദിവസം മുതൽ 90 ദിവസത്തിനുള്ളിൽ കാർഡ് ഉപയോഗിച്ച് ഇടപാട് നടത്തിയിട്ടുണ്ട് എങ്കിൽ അവിചാരിതമായ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ 2 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാൻ അർഹതയുണ്ട്. ആദ്യം ആർക്കൊക്കെയാണ് ഈ ഇൻഷുറൻസ് ലഭിക്കുക എന്ന് പറയാം. നിങ്ങൾ ഏതെങ്കിലും ഒരു ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങി ബാങ്ക് നൽകുന്ന ATM കാർഡ് കൈപ്പറ്റുന്ന നിമിഷം മുതൽ ഈ ഇൻഷുറൻസിന് നിങ്ങൾ അർഹരാണ്. പൊതുമേഖലാ ബാങ്കുകളായ SBI മുതൽ സ്വകാര്യ ബാങ്കുകൾ വരെ തങ്ങളുടെ ഉപയോക്താക്കൾക്ക് ഈ സേവനം നൽകുന്നുണ്ട്. ഒരു ATM കാർഡ് ഉടമ അപകടത്തിൽ പെടുകയോ മരണപ്പെടുകയോ ചെയ്താൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിനാണ് ഈ തുക ബാങ്കിൽ നിന്നും ക്ലെയിം ചെയ്തെടുക്കാൻ സാധിക്കുക. എന്നാൽ കാർഡുകൾക്കനുസരിച്ച് തുക മാറും. എല്ലാ കാർഡുകൾക്കും ഒരേ തുകയല്ല ലഭിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള കാർഡ് ഏതാണ് എന്നതിനെ ആശ്രയിച്ചാണ് ഇൻഷുറൻസ് തുക നിശ്ചയിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒരു സാധാരണ റൂപേ അല്ലെങ്കിൽ ക്ലാസിക് കാർഡുകൾ ആണെങ്കിൽ 1 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം രൂപ വരെയാണ് ഇൻഷുറൻസ് ലഭിക്കുക. അതേസമയം പ്ലാറ്റിനം കാർഡുകൾ, വിസ അല്ലെങ്കിൽ മാസ്റ്റർ കാർഡ് എന്നിവയുടെ ഉയർന്ന വേരിയന്റുകൾ ആണെങ്കിൽ 5 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് തുക നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എന്നാൽ പാലിക്കേണ്ട ചില നിബന്ധനകളുണ്ട്, അതുകൂടി വ്യക്തമാക്കാം. ഈ ഇൻഷുറൻസ് തുക ലഭിക്കാൻ ബാങ്കുകൾ വെക്കുന്ന ഒരൊറ്റ നിബന്ധന മാത്രമാണുള്ളത്. അപകടം നടക്കുന്നതിന് മുൻപുള്ള അവസാന 45 ദിവസത്തിനുള്ളിലോ 90 ദിവസത്തിനുള്ളിലോ നിങ്ങളുടെ കാർഡിന്റെ ടൈപ്പ് അനുസരിച്ച് ആ ATM കാർഡ് വഴി ഏതെങ്കിലും രീതിയിലുള്ള ഒരു സാമ്പത്തിക ഇടപാട് നടന്നിരിക്കണം. അതായത് ATM വഴി പണം പിൻവലിക്കുകയോ ഓൺലൈൻ പേയ്മെന്റ് നടത്തുകയോ കടകളിൽ കാർഡ് സ്വൈപ്പ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടാകണം. കാർഡ് ആക്റ്റീവ് ആയിരിക്കണം എന്ന് ചുരുക്കം. ഇനി എങ്ങനെയാണ് ഈ തുക ക്ലെയിം ചെയ്യേണ്ടത് എന്ന് കൂടി വ്യക്തമാക്കാം. നിർഭാഗ്യവശാൽ കാർഡ് ഉടമയ്ക്ക് ഏതെങ്കിലും അപകടം സംഭവിച്ചാൽ 60 മുതൽ 90 ദിവസത്തിനുള്ളിൽ ബന്ധപ്പെട്ട ബാങ്ക് ശാഖയിൽ നേരിട്ട് നോമിനിക്ക് അപേക്ഷ നൽകാം. അപകടത്തിന്റെ രേഖകൾ, FIR കോപ്പി, മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ മരണ സർട്ടിഫിക്കറ്റ് എന്നിവ ബാങ്കിൽ ഹാജരാക്കിയാൽ ഈ തുക നോമിനിയുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കും. മരണപ്പെടുമ്പോൾ മാത്രമല്ല ഈ ഇൻഷുറൻസ് ലഭിക്കുന്നത്. അപകടം കാരണം സ്ഥിരമായ വൈകല്യങ്ങൾ സംഭവിച്ചാലും സഹായം ലഭിക്കുന്നതായിരിക്കും. അപകടത്തിൽ 2 കൈകളോ 2 കാലുകളോ അല്ലെങ്കിൽ 2 കണ്ണുകളോ നഷ്ടപ്പെട്ടാൽ 100% ഇൻഷുറൻസ് തുകയും നിങ്ങൾക്ക് ലഭിക്കും. 1 കൈയോ 1 കാലോ അല്ലെങ്കിൽ 1 കണ്ണോ നഷ്ടപ്പെട്ടാൽ 50% തുകയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ATM കാർഡുകൾ വെറുതെ അലമാരയിൽ പൂട്ടിവെക്കരുത്. മാസത്തിൽ ഒരിക്കലെങ്കിലും ആ കാർഡ് ഉപയോഗിച്ച് ATMൽ നിന്ന് പണം പിൻവലിക്കുകയോ പെട്രോൾ പമ്പിലോ കടകളിലോ പോകുമ്പോൾ സ്വൈപ്പ് ചെയ്യുകയോ ചെയ്യുക. കാർഡ് എപ്പോഴും ആക്റ്റീവായി വെക്കുക എന്നത് നിങ്ങളുടെ കുടുംബത്തിന്റെ സുരക്ഷയ്ക്ക് വളരെ പ്രധാനമാണ്. പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.